ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. 9th CBSE ലിസ്റ്റഡ് സെക്കൻഡ് ചാപ്റ്റർ ആണ് സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു റഷ്യൻ റവല്യൂഷനിലേക്ക് നയിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മുടെ തമിഴ്നയിൽ കാണുന്ന പോലെ തന്നെ ബ്ലഡി സൺഡേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10 minutes, വിതിൻ 10 minutes ഐ തിങ്ക് എന്താ പറയുക 5 to 10 minutes കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ബ്ലഡി സൺഡേ എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും വിത്തിൻ 10 minutes എന്ത് ചെയ്യും, പഠിച്ച് തീർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റും ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കാനുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ റഷ്യയിലുണ്ടായിരുന്ന റൂളേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതും ഏത് ഡൈനാസ്റ്റി ആയിരുന്നു റഷ്യ ഗവേൺ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് 1905 ഏറ്റവും എന്താ പറയുക, റഷ്യ തന്നെ ടോട്ടലി ഒരു പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് ടേബിൾ ടൈം ദ 1905 റവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. റഷ്യ അത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഒരു റിവോർട്ടാണ് 1905 ഈ പറയുന്ന ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ഇവൻറ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള സീരീസ് ഓഫ് റവല്യൂഷൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് നയിച്ച സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റഷ്യ വാസ് ആൻ ഓട്ടോക്രസി. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റഷ്യ ആരിലായിരുന്നു, സാർ നിക്കോളാസ് സെക്കൻഡ് എന്ന് പറയുന്ന സാർ എന്താ പറയുക ഡൈനാസ്റ്റി റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഒരു ലൈക്ക് an ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, റഷ്യയിലുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും. അൺലൈക്ക് അതർ യൂറോപ്യൻ റൂളേഴ്സ്, ഈവൻ ദ ബിഗിനിങ് ഓഫ് ദ 20th century സാർ വാസ് നോട്ട് സബ്ജക്ട് ടു പാർലമെൻറ്റ്. നമുക്ക് കാണാൻ പറ്റും 20th century ബിഗിനിങ് വരെ സാർ എന്താ പറയുക ഈ പറയുന്ന പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഫോം ചെയ്യാനോ അതിന് എന്താ പറയുക അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കാനോ റെഡി ആയിരുന്നില്ല. ഏറ്റവും അൾട്ടിമേറ്റ് പവർ ആയിരിക്കണം, യെസ് നിക്കോളാസ് സെക്കൻഡിനായിരിക്കണം, അല്ലെങ്കിൽ സാർ ഡൈനാസ്റ്റിക് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, റഷ്യയിലുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് മറ്റിപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചപ്പോൾ സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണ് 1789 1792 ഒക്കെ പീരീഡാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് അല്ലേ. ആ ഒരു സമയത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ് ആര് വരുന്നത്, കിങ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ റൂളറിന് ഒരു തരത്തിൽ എന്തില്ല, ഈ പറയുന്ന പാർലമെൻറ്റോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ ഒന്നിനും അപ്രൂവ് ചെയ്യാൻ ആരും റെഡി ആയിരുന്നില്ല. അവിടുത്തെ കിങ് റെഡി ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ലിബറൽസും സോഷ്യൽ ഡെമോക്രാറ്റ്സും റവല്യൂഷണറീസ് ആണെങ്കിലും അപ്പോൾ തന്നെ പെസൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഡിമാൻഡ് ചെയ്തത്, യെസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതുപോലെ തന്നെ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് വേണം എന്നുള്ളതായിരുന്നു ലിബറൽസ് ആണെങ്കിലും റവല്യൂഷണറീസ് ആണെങ്കിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും ഒക്കെ ഡിമാൻഡ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി വർക്കേഴ്സ്, റഷ്യയുടെ കാര്യം പറയുമ്പോൾ വർക്കേഴ്സ് ഒക്കെ ഡിമാൻഡ് ചെയ്തിരുന്നത്. പക്ഷേ അത് അപ്രൂവ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ആരും വില്ലിങ് ആയിരുന്നില്ല, നിക്കോളാസ് സെക്കൻഡ് വില്ലിങ് ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നാഷണലിസ്റ്റുകളും അതുപോലെ തന്നെ ജാതി ലിസ്റ്റുകളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ദ ഇയർ 1904 വാസ് പെർട്ടിക്കുലർലി ബാഡ് വൺ ഓഫ് ദ റഷ്യൻ വർക്കേഴ്സ്. നമുക്ക് കാണാൻ പറ്റും 1904 ആയപ്പോൾ റഷ്യൻ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ഇയർ ആയിരുന്നു. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ പ്രൈസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ബട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, സാലറി അല്ലെങ്കിൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നില്ല, വേജ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് റോസ് ക്വിക്ലി, ദാറ്റ് റിയൽ വേജസ് ഡിക്ലൈൻ ബൈ 20%. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യെസ് അവരുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, അറ്റ് ദ സെയിം ടൈം വേജ് എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ നമ്മളാണെങ്കിലും നമുക്കിപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യില്ല. ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയുക സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൂടൂലേ, നമ്മുടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തായിരിക്കണം, സാലറിയിലും അല്ലെങ്കിൽ വേജസിലും എന്തുണ്ടായിരിക്കണം, യെസ് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അതർവൈസ് നമുക്ക് എന്തായിരിക്കും, ഒബ്വിയസ്ലി നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എന്താണ്, എക്സ്പെൻഡിച്ചർ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്രോഡക്ട്സിൻ്റെ ഒക്കെ എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ പ്രൈസ് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ഫാൾ ചെയ്യാണ് അല്ലെങ്കിൽ എന്ത് ഡിക്രീസ് ചെയ്യാണ്, യെസ് സാലറി ഓർ വേജസ് ഡിക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു സിറ്റുവേഷനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും ട്രാജിക് കണ്ടീഷനിലേക്ക് ആര് പോവാണ്, റഷ്യൻ വർക്കേഴ്സ് പോകുന്നൊരു സിറ്റുവേഷനാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ
ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ മെമ്പർഷിപ്പ് ഓഫ് വർക്കേഴ്സ് അസോസിയേഷൻ റോസ് ഡ്രമാറ്റിക്കലി. അപ്പോൾ വർക്കേഴ്സ് അസോസിയേഷനിലുള്ള ആളുകളുടെ മെമ്പർഷിപ്പ് ഒക്കെ കൂടുന്നു, കാരണം വർക്കേഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. വർക്കേഴ്സ് ഒക്കെ എന്ത് ചെയ്യാമെന്ന് ഈ പറയുന്ന റൂളേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആരാണോ അവിടുത്തെ ഇൻഡസ്ട്രീസ് റൺ ചെയ്യുന്നത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണം, ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ സ്ട്രഗിളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രൈക്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, വർക്കേഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യപ്പെടണം അല്ലേ. വർക്കേഴ്സ് ഓർഗനൈസേഷനിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നു, കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് 110,000 workers in St. Petersburg went to strike on demanding reduction of working day, 8 hours, increase in wages and improvement in working conditions. അപ്പോൾ 110,000 വർക്കേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 110,000 വർക്കേഴ്സ് ആണ് സെൻറ്റ് പീറ്റർബർഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, വർക്കിംഗ് അവേഴ്സ് എന്ത് ചെയ്യണം, റിഡക്ട് ചെയ്യണം, വേജസ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അക്കോമഡേഷനും ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ആര് കണ്ടക്ട് ചെയ്യാണ്, വർക്കേഴ്സ് അസോസിയേഷൻസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഒക്കെ ചേർന്നുകൊണ്ട് കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ് കിങ് സപ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നേരെ ബ്ലഡി സൺഡേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വർക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്, അതായത് അവരുടെ എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിനൊക്കെ പ്രൈസ് റൈസ് ചെയ്തു, ബട്ട് അവരുടെ വേജ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ ടോട്ടലി അവർ ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്താണ് വർക്കേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നത്, വർക്കിംഗ് ഹവേഴ്സ് റിഡ്യൂസ് ചെയ്യുക, വേജസ് ഇൻക്രീസ് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക, പറഞ്ഞ വർക്കിംഗ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. വെൻ ദ പ്രസിഡന്റ് വർക്ക്ഡ് ലെഡ് ബൈ ഫാദർ ഗാപ്പോൺ റീച്ച് ദ വിന്റർ പാലസ്, ഇറ്റ് വാസ് അറ്റാക്ഡ് ബൈ പോലീസ് ആൻഡ് കൊസാക്സ്. നമുക്കിവിടെ കാണാൻ പറ്റും ഫാദർ ഗാപ്പോൺ ആയിരുന്നു ഈ പറയുന്ന മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. അങ്ങനെ അവർ വിന്റർ പാലസിലെത്തിയപ്പോൾ കൊസാക്സും പോലീസും കൊസാക്സ് എന്ന് പറയുന്നത് റഷ്യൻ എംപയേഴ്സിൻ്റെ ഉണ്ടായിരുന്ന വേരിയേഴ്സ് ആണ്. അവരെന്ത് ചെയ്യാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ റഷ്യൻ എംപയേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താ പറയുക, ട്രൂപ്പുകളായിരുന്നു, അവർക്ക് വേണ്ട സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്ന ട്രൂപ്സ് ആയിരുന്നു. അപ്പോൾ കൊസാക്സും അതുപോലെ തന്നെ പോലീസൊക്കെ ചേർന്നുകൊണ്ട് ആരെ അറ്റാക്ക് ചെയ്യുകയാണ്, ഈ ഡെമോൺസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൂവലായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 100 വർക്കേഴ്സ് വെ കിൽഡ്. ഈ ഒരു അറ്റാക്കിൽ 100 വർക്കേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കിൽ ചെയ്യപ്പെടുന്നത്. ഓൾമോസ്റ്റ് 300 വർക്കേഴ്സ് വെ വൗണ്ടഡ്. 300 വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻജേർഡ് ആവുന്നുണ്ട്, അവർക്ക് പലതരത്തിലുള്ള പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1905 ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡി സൺഡേ എന്ന പേരിലാണ് ഈ ഒരു ഇൻസിഡന്റ് അറിയപ്പെടുന്നത്. ഇവിടെ മക്കൾ നോക്കുക, അതായത് റഷ്യയിലെ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യണം, അവരുടെ വർക്കിംഗ് അവേഴ്സ് റിഡ്യൂസ് ചെയ്യണം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവൈസ് ചെയ്യണം എന്ന ഡിമാൻഡ് വെച്ചുകൊണ്ട് അവർ മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യുകയും ഫാദർ ഗബോൺ ആയിരുന്നു അതിന് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. ആ വിന്റർ പാലസിൽ അവർ റീച്ച് ചെയ്യുന്ന സമയത്ത് അവരെ ക്രൂവലായിട്ട് അല്ലെങ്കിൽ എന്താണ് സപ്രസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊസാക്സും പോലീസൊക്കെ ചേർന്നുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുകയും 100 വർക്കേഴ്സ് വെ കിൽഡ് ആൻഡ് 300 വർക്കേഴ്സ് വെ വൗണ്ടഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇൻസിഡന്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1905 ഇത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ലോയേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മിഡിൽ ക്ലാസ് വർക്കേഴ്സ് ഒക്കെ കൂടി യൂണിയൻ ഓഫ് യൂണിയൻസ് ഫോം ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡ്യൂറിംഗ് ദ 1905 റെവല്യൂഷൻസ് ആർ അലോഡ് ടു ക്രിയേഷൻ ഓഫ് ഇലക്ടഡ് കൺസൾട്ടേറ്റീവ് ഓദ്യൂമ. അങ്ങനെ ഫൈനലി സാർ നിക്കോളാസ് സെക്കൻഡ് എന്ത് അപ്രൂവ് ചെയ്യാണ്, പാർലമെന്റ് ഇലക്ടഡ് എന്താ പറയുക, ഒരു ലെജിസ്ലേറ്റീവ് ഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു പാർലമെന്റ് ഫോം ചെയ്യാം, അതിൻ്റെ പേരാണ് ദ്യൂമ. ഫോം ചെയ്യാൻ ഫൈനലി ആര് അപ്രൂവ് ചെയ്യാണ്, നിക്കോളാസ് സെക്കൻഡ് അപ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1905 ഈ ഒരു ഇൻസിഡന്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് മക്കളെ, ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് ശേഷമാണ് സീരീസ് ഓഫ് റവല്യൂഷൻ റഷ്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ബിഗിനിങ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത് 1905 റവല്യൂഷനാണ് നമുക്ക് കാണാൻ പറ്റും. എനിവേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിഞ്ച ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നിഞ്ച ബാച്ചിൽ. ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഓക്കെ, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും, ഓരോ യൂണിറ്റ് ടെസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീ ലൈവായിട്ട് തന്നെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 2999 രൂപയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫീ അടക്കേണ്ടത് 1 വർഷത്തേക്കാണ്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്നൊരു കോൾ ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. താങ്ക് യു ഓൾ, ബൈ.